ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയതോടെ ആശങ്ക ഇന്ത്യക്ക്. ഇറാനിൽ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതാണ് ഇന്ത്യൻ വിപണിയെ ആശങ്കപ്പെടുത്തുന്നത്. ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ അത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കും. ഇപ്പോഴത്തെ നിലയിൽ വില ഉയർന്നാൽ പെട്രോൾ, ഡീസൽ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഇറാനിൽ ഇസ്രായേൽ മിസൈൽ പതിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ 4% പെട്ടെന്നുള്ള വർധനവാണ് ക്രൂഡ് ഓയിലിന് ഇന്നുണ്ടായത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $90 വില ഉയർന്നത്. 3.94% ഉയർച്ചയാണ് ആഗോളതലത്തിലുണ്ടായത്. ബാരലിന് $90.54 വില. US വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വില 4.06% കൂടി $86.09 ബാരലിനായിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ പോര് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. ക്രൂഡ് ഓയിൽ വില $100 വരെ ഉയർന്നേക്കുമെന്ന് സൂചനകളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർത്തിയേക്കും. ഇങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്കാരെയും നേരിട്ട് ബാധിക്കും. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% ഒമാൻ ഉൾക്കടലിലെ ഹോർമുസ് ചുരത്തിലൂടെയാണ് പോകുന്നത്. ഇറാന്റെ പല ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായാൽ ഈ പ്രദേശത്തുകൂടിയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇസ്രായേൽ തടയുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. സൂയസ് കനാൽ തടയുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. സൂയസ് കനാൽ വഴി പ്രതിദിനം 5.5 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. 2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ 65% സൂയസ് കനാൽ വഴിയാണ് വന്നത്. സൂയസ് കനാലിലും ഹോർമുസ് ചുരത്തിലും എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എണ്ണ വിതരണം മുടങ്ങും. ഏപ്രിൽ 1 മുതലാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത്. അതിനുശേഷം ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $80 നിന്ന് $90 ഉയർന്നു. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ എണ്ണവില ബാരലിന് $100 എത്തിയേക്കാം. അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചാൽ അത് പെട്രോൾ, ഡീസൽ വിലയെ ബാധിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇറാൻ പ്രധാന നഗരമായ ഇസ്ഫഹാനിലാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ABC ന്യൂസാണ് വാർത്ത പുറത്തുവിട്ടത്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തി. ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ 3 ഡ്രോണുകൾ തകർത്തുവെന്നാണ് ഇറാൻ അറിയിച്ചത്. നതാൻസ് ആണവ കേന്ദ്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസ്ഫഹാൻ പ്രവിശ്യ. ഡ്രോൺ ആക്രമണം ആണവ കേന്ദ്രത്തെ ബാധിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു.